ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളരിക്കൽ തറവാടിന്റെ മരുമകളായിട്ട് ഗാഥാ ശ്രീനിവാസിനെ വേണ്ട എന്ന് അവര് പറയുന്ന വാക്കാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്റെ മകളുടെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാവില്ല. എനിക്കിഷ്ടമില്ലാത്ത വിവാഹം നടക്കുകയില്ല. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്റെ മോളുടെ കാര്യങ്ങൾ നോക്കാൻ വേറെ ഒരു മാർഗവുമില്ല. അവളെ നന്നായി വളർത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. പുറത്തൊക്കെ ചോദിച്ചപ്പോ സ്ത്രീകൾക്ക് വലിയൊരു മാതൃകയാണ് മാഡം എന്ന് പറഞ്ഞു. അതാ മാഡത്തിന്റെ അടുത്തേക്ക് വന്നത്. എവിടെ നിന്റെ വീട്? വാഴപ്പള്ളി അമ്പലത്തിന്റെ അടുത്താ. മാമിന് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, പോയിക്കോളൂ. സിനി, അവരോട് നാളെ മുതൽ ജോലിക്ക് വന്നോളാൻ പറ. മകക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയല്ലേ. ഒന്ന് നിന്നേ. നാളെ മുതൽ ജോലിക്ക് വന്നോളാൻ മാം പറഞ്ഞിട്ടുണ്ട്. ജോലിയുടെ സ്വഭാവമൊക്കെ നാളെ വരുമ്പോ ഞാൻ പറഞ്ഞുതരാം. എന്നാ പോയിക്കോളൂ. എന്തായി? സമ്മതിച്ചു. പോവാം. വാ. അമ്മേ, അമ്മേ, എന്താ അമ്മേ? ഒന്നുമില്ല. തലയ്ക്ക് പെട്ടെന്നൊരു പിടുത്തം പോലെ. കുറച്ചു നേരത്തേക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അയ്യോ, ഞാൻ കൃഷ്ണയെ ഒന്ന് വിളിക്കട്ടെ? അയ്യോ വേണ്ട, അവളെ ഇപ്പൊ വിളിക്കണ്ട. അയ്യോ അമ്മേ, കൃഷ്ണയാ. എനിക്കെന്തേലും പറ്റിയാല് അപ്പൊ അവളുടെ നെഞ്ചിടിക്കും. നീ ആ ഫോൺ ഇങ്ങതാ. ഹലോ മോളെ കൃഷ്ണേ. അമ്മേ, അമ്മയ്ക്ക് സുഖാണോ? ഇവിടെ എനിക്ക് എന്താ കുഴപ്പം? നീ ഒരുത്തി ഇവിടെ ഏൽപ്പിച്ചു പോയിരിക്കല്ലേ. പട്ടാളക്കാരെ പോലെ എന്റെ ചുറ്റും തന്നെ കാവല് നിൽക്കുന്നുണ്ട്. അവള് നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നെ. അതുകൊണ്ട് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അമ്മ വെറുതെ പറയാം. അമ്മയുടെ സംസാരം കേട്ടാലേ എനിക്കറിയാം അമ്മയ്ക്ക് എന്തോ വയ്യായ്കയുണ്ട്. എനിക്ക് നീ കൂടെ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ. നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ. എങ്ങനെങ്കിലും അമ്മയുടെ ഓപ്പറേഷനുള്ള കാശുണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ കാശും കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഓടിയെത്തിയാ മതി. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാവും. നീ മനസ്സ് വിഷമിക്കാതെ. എല്ലാം വിധി പോലെ നടക്കും. ദൈവം ചിലത് കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. അത് നിനക്കോ എനിക്കോ മാറ്റി എഴുതാൻ പറ്റുമോ? ഉണ്ണിമായ്ക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. കൊടുക്ക്. കൃഷ്ണേ, ഉണ്ണിമായെ, അമ്മയെ നന്നായിട്ട് നോക്കിക്കോണം. ഞാൻ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. ഞാനേ അമ്മയ്ക്ക് ഭക്ഷണം എടുത്ത് വെച്ചിരിക്കാം. അമ്മ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി, അമ്മയോട് പറയണം ഞാൻ എത്രയും പെട്ടെന്ന് കാശുമായിട്ട് വരുമെന്ന്. മമ്മി, മോളെ കം കം. ദാ, ഇതൊക്കെ മമ്മി മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. വാട്ട് ഈസ് ദിസ്? സിനി, ദാ, മമ്മി പറഞ്ഞ് പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ചതാ. താങ്ക് യു മമ്മി. നാളെ നവീന്റെ കുടുംബത്തിലേക്ക് നീ ചെല്ലുമ്പോ അവിടെയുള്ളവര് ഈ ഗാഥാ ശ്രീനിവാസിന്റെ പരിഷ്കാരങ്ങളെല്ലാം കണ്ടൊന്ന് ഞെട്ടട്ടെ. മമ്മിയുടെ മോള് എന്നും എവിടെയും നമ്പർ 1 ആയിരിക്കണം. ഇങ്ങനൊരു മമ്മിയുടെ മകളായി ജനിച്ചതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി നവീനുമായിട്ടുള്ള വിവാഹം കൂടി ഓക്കെ ആയ ഐ ആം ദ ഹാപ്പിയസ്റ്റ് ഡോട്ടർ.
ഞാനിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. അവളുടെ ശീലങ്ങൾ, പിടിവാശികൾ, അതൊന്നും ഒരു ട്രഡീഷണൽ ഫാമിലിക്ക് പിടിക്കില്ല, അല്ലേ സിനി? തീർച്ചയായിട്ടും. ഗാഥ മേഡത്തിന്റെ പിടിവാശി ഒന്ന് കാണാനുള്ള അവസരം ഉണ്ടായ അവർ ആ നിമിഷം ഈ വിവാഹം മുടക്കും. ഗാഥയുടെ മോഡേൺ ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പഴം പുരാണങ്ങൾ നിറഞ്ഞ അവരുടെ രീതികൾ ഗാഥ മൂക്കും പിടിക്കില്ല. എന്തിന്, ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത ആ ഡ്രസ്സുകൾ പോലും ആ കുടുംബത്തിന്റെ ചിന്തകൾക്ക് നേരെ എതിരാ. സിനി, അവരെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് ഗാഥയുടെ കൂടെ നീയും പോണം. നീയും അവിടെ തന്നെ നിൽക്കണം. നവീന്റെ വീട്ടുകാർ ഗാഥയെ വെറുത്ത് അവിടുന്ന് പുറത്തിറക്കി വിടാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കണം. മാം, കളരിക്കൽ തറവാടിന്റെ മരുമകളായിട്ട് ഗാഥാ ശ്രീനിവാസിനെ വേണ്ട എന്ന് അവര് പറയുന്ന വാക്കാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്റെ മകളുടെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാവില്ല. എനിക്കിഷ്ടമില്ലാത്ത വിവാഹം നടക്കുകയില്ല. ചേച്ചി, കൊള്ളാം. അല്ല, മുഖത്തൊരിത്തിരി പേടി കാണുന്നുണ്ടല്ലോ. മുഖത്ത് മാത്രമല്ല, മനസ്സിലുണ്ട്. ജോലിക്ക് ചെല്ലാൻ സമ്മതിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്ന് പറയാന്നാ പറഞ്ഞിരിക്കുന്നെ. എന്താവോന്ന് ആർക്കറിയാം. ഗോപാലമാമ, ദേ ഒരാള് പണിക്കുവാ റെഡി ആയിട്ടോ. സുനന്ദേ, ഈ ആംബുലൻസ് വിളിക്കാനുള്ള നമ്പർ 108 ആണ്. അതിന് എനിക്കെന്തിനാ ആംബുലൻസ്? അല്ല, പോകുന്നതേ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണല്ലോ. നിനക്കെന്തെങ്കിലും കേടുപാട് പറ്റിയാലേ രക്ഷപ്പെട്ടു പോരണ്ടേ? ഇതെന്ത് വർത്താനാ ഗോപാലമാമ? ഒരാളൊരു കാര്യത്തിന് പുറപ്പെടാൻ നിൽക്കുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കാ? അല്ല മോളെ, അത് വേണ്ട നേരത്തെ തമാശ പറയാവുള്ളൂ, കേട്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ദേ പാവം പേടിച്ചു നിക്കാം. സുനന്ദേ, അത്ര പേടിയാണ് നീ പോണ്ടാന്ന് വെച്ചോ? കണ്ടോ, അതൊരു കാരണമായിട്ട് എടുത്തിരിക്ക എന്നോട് പണിക്ക് പോണ്ടാന്ന് പറയാൻ. ഞാൻ പോവാ. അവരെന്നെ പിടിച്ചു തിന്നാണെങ്കിൽ അങ്ങ് തിന്നട്ടെ. ചേച്ചി ധൈര്യമായിട്ട് ചെല്ല്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു വിളി ചേച്ചി എന്നെ വിളിച്ചാ മതി. പരിഹാരം ഞാൻ പറഞ്ഞു തന്നോളാം. എന്നാ ഞാൻ പോട്ടെ ഗോപാലേട്ടാ. ചെല്ലട്ടെ. ശരി. ഉള്ള സങ്കടം പുറത്തറിയിക്കണ്ടെന്ന് കരുതിയ മോളെ. ഞാൻ ഈ തമാശയൊക്കെ സമയം നോക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുനന്ദയുടെ കാര്യം കഷ്ട. കൂടെ കൂട്ടിയിട്ട് ഒന്നും സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്തിന്? ഇവിടെ വന്നിട്ട് ഒരു സിനിമയ്ക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. എല്ലാരും കൂടെ പോണമെങ്കിലേ 100-500 രൂപ ചെലവല്ലേ. ദരിദ്രവാസിയുടെ സ്വപ്നങ്ങൾക്ക് അത്ര വിലയില്ല.